ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. ജാമ്യം അനുവദിച്ചാൽ അതിജീവിതയുടെ ജീവൻ അപകടപ്പെടാൻ സാധ്യതയുണ്ടെന്നും വാട്സ്ആപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കണമെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പീഡനം നടന്ന ഹോട്ടലിൽ അടക്കം എത്തിച്ച് തെളിവെടുക്കും. രാഹുലിന്റെ ജാമ്യ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. ജയിലിന് പുറത്തും കോടതിക്ക് പുറത്തും വൻ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉണ്ടായത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇന്ന് കസ്റ്റഡി അപേക്ഷയിന്മേൽ വാദം നടക്കുന്നതിനിടെ എന്തൊക്കെയാണ് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിഭാഗവും കോടതി മുറിക്കുള്ളിൽ ചൂണ്ടിക്കാട്ടിയത്? ഏത് രീതിയിലായിരുന്നു വാദം? ശരി, ലിജോയിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയാണ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കസ്റ്റഡി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ്, അംഗീകരിച്ചുകൊണ്ടാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചപ്പോഴും ഈ കേസിനെയും നടപടിയെയും പ്രതിഭാഗം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എങ്ങനെയായിരുന്നു കോടതി മുറിക്കുള്ളിൽ വാദം? ദിവ്യ, കോടതിയിൽ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് അവസാനത്തെ ഒരു കേസായിട്ടായിരുന്നു. അതിനുശേഷം ചെറിയ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു വാദം കേട്ടത്. കസ്റ്റഡി അപേക്ഷ 3 ദിവസമായിരുന്നു ആവശ്യപ്പെട്ടത്. ആ സമയത്ത് പ്രതിഭാഗം അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ഈ കസ്റ്റഡി അപേക്ഷ എന്നല്ല, ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. അതായത് കൃത്യമായുള്ള ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്, സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് കടന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞൊരു കാര്യം. അതിന് പിന്നാലെ പറഞ്ഞ കാര്യങ്ങളിലാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് 2 കേസുകളിൽ ജാമ്യം ലഭിച്ചത് കൊണ്ട് തന്നെ ഈ കേസിൽ മറ്റ് കൃത്യമായ അറിയിപ്പൊന്നും നൽകാതെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ പ്രോസിക്യൂഷൻ അതിനെ തള്ളി. പ്രോസിക്യൂഷൻ പറഞ്ഞത് കൃത്യമായി എല്ലാം പാലിച്ചിട്ടുണ്ട്, കൃത്യമായി കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റ് ഇന്റിമേഷൻ നോട്ടീസിൽ പോലും ഒപ്പിടാൻ ഇയാൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യണം, പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ AR ക്യാമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. അവിടെ ചോദ്യം ചെയ്യൽ മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. SIT എന്തായാലും കൃത്യമായി ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അതിന് ആവശ്യമായ അവർക്ക് വിവരങ്ങൾ ശേഖരിക്കുകയും മാത്രവുമല്ല ഈ സ്ഥലങ്ങളിൽ എത്തിച്ച് വേണ്ട തെളിവെടുപ്പുകൾ പൂർത്തിയാക്കുകയും ചെയ്യണം. ശരി ലിജോ, ഇന്നിപ്പോൾ പ്രധാനമായി നടപടിയെ സംബന്ധിച്ച്, അതായത് അറസ്റ്റ് ചെയ്ത നടപടിയെ സംബന്ധിച്ച് കേസിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ എതിർത്തുകൊണ്ട് പ്രതിഭാഗം ഇന്ന് കോടതി മുറിക്കുള്ളിൽ പറഞ്ഞിരുന്നല്ലോ. അതൊന്നും കോടതി അംഗീകരിച്ചില്ല. ആ വാദങ്ങളൊന്നും മുഖവിലക്കെടുത്തില്ലേ? ഇത്തരത്തിൽ, അതായത് ഒരു ബലാത്സംഗ കേസിൽ റിമാൻഡിലാകുന്ന ഒരു പ്രതിയെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിയാണ്. അത് തന്നെയാണ് ഇന്ന് കോടതിയിലും ഉണ്ടായത്. അതിനെതിരെ പ്രതിഭാഗം പല വാദങ്ങളും ഉന്നയിച്ചു എന്ന് മാത്രമാണ്. ഈ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായി എന്നുള്ളത് പ്രതിഭാഗത്തിന്റെ വാദമായി ഉയർത്തിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ കോടതി അതൊന്നും കൃത്യമായി ഒരു മുഖവിലക്കെടുത്തില്ല. കാര്യം കോടതി അതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. ഇതുപോലെ ഒരു കേസിൽ ഇതുവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ അപേക്ഷ കൃത്യമായി പരിഗണിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് 3 ദിവസത്തേക്ക് ഒരു കസ്റ്റഡി, അതായത് 15-ാം തീയതി വൈകുന്നേരം വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കൊടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ആവർത്തിച്ച് ഉന്നയിച്ച കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ഒരു കാര്യമായിരുന്നു. അതിന് പിന്നാലെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് MLA ഈ പല സ്ഥലങ്ങളിൽ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാദം ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അതിനെയൊക്കെ എതിർക്കുകയായിരുന്നു. ഈ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തോടൊന്നും കൃത്യമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. ജാമ്യ ഹർജി വീണ്ടും ഉന്നയിക്കാനായിട്ട് പ്രതിഭാഗം ഒരു ശ്രമം നടത്തിയെങ്കിലും കോടതി അത് മുഖവിലേക്കെടുത്തില്ല. ആദ്യം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ, അതിനുശേഷം 16-ാം തീയതി ഹർജി പരിഗണിക്കാമെന്നുള്ളതാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചത്. ശരി, ഇന്നെന്തായാലും ജയിലിന് പുറത്തേക്ക് രാഹുലിനെ കൊണ്ടുവന്നപ്പോഴും കോടതി മുറിക്കുള്ളിൽ നിന്ന് തിരികെ രാഹുലിനെ കൊണ്ടുപോയപ്പോഴും വലിയ പ്രതിഷേധം തന്നെയായിരുന്നല്ലേ എല്ലായിടത്തും? രാഹുലിനെ ഇന്ന് രാവിലെ ഏകദേശം 9:30യോടുകൂടെയാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയത്. അവിടെ തന്നെ വലിയ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. DYFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവിടെ കൂടി കൂക്കി വിളിക്കുകയും ഒപ്പം തന്നെ ചീമുട്ടയേർ, അതായത് പോലീസ് വാഹനത്തിന് നേരെയാണ് ചീമുട്ടയേർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടായത്. അവിടെയെല്ലാം പോലീസ് ഒരു സുരക്ഷ ഒരുക്കുകയും ചെയ്തു. തുടർന്ന് തിരുവല്ല താലൂക്ക് ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടത്തിയത്. അവിടെ എത്തുന്ന സമയത്തും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുകയും മുദ്രാവാക്യം വിളിക്കുകയും ആ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തുകയും
നടത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു അവിടെയും ഒരു പ്രതിഷേധമുണ്ടായത്. അതിന് പിന്നാലെയാണ് കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ അത് കൂടി നിന്ന എല്ലാ പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയതോടുകൂടെ ആളുകൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തിയാണ് ആ ഒരു കാര്യം അവിടെ ഒരു വിധത്തിൽ രാഹുലിനെ കോടതിക്കുള്ളിലേക്ക് കയറ്റിയത്. അതിനുശേഷം തിരികെ ഇറങ്ങുന്ന സമയത്ത് 2 ലെയർ പോലെ ഷീൽഡ് ഉയർത്തിക്കൊണ്ട് രാഹുലിന്റെ തലയ്ക്ക് മുകളിൽ പോലും ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ ചീമുട്ടയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ചെയ്തത്. വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ ഈ പ്ലക്കാർഡുകൾ ഉയർത്തുകയും രാഹുലിന്റെ, അതായത് പൂവൻകോഴിയുടെ ചിത്രത്തിൽ രാഹുലിന്റെ തല വെട്ടിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ ക്യാമ്പിൽ എത്തിച്ചു. നിലവിൽ പത്തനംതിട്ട എയർ ക്യാമ്പിലാണുള്ളത്. അവിടെ എയർ ക്യാമ്പിന്റെ ഗേറ്റിന് പുറത്ത് മാത്രമേ പ്രതിഷേധക്കാർക്ക് ഉൾപ്പെടെ നിൽക്കാൻ കഴിയുള്ളൂ.